ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു ചെറിയ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ പോയത് എൻ്റെ പുതിയ പുസ്തകം അച്ചടിച്ച് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രസ്സിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പുസ്തകങ്ങളൊക്കെ കൂടുതലും പഠിച്ചേക്കണത് തൃശ്ശൂരുള്ള HNCയിലാണ് കേട്ടോ. അവിടുത്തെ ഒരു ഷോറൂമാണ് കേട്ടോ കാണുന്നത്. അവിടെ കുറേ ഉണ്ട്, HNCയുടെ ഷോറൂമുകൾ അവിടെ കുറേ ഉണ്ട്. അതിൽ ഇത് കുട്ടികളുടെ ഭാഗമാണ് കേട്ടോ. കുട്ടികൾക്ക് സ്കൂളിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ഗൈഡുകൾ, അങ്ങനത്തെ സാധനങ്ങൾ ആണ് കേട്ടോ കൂടുതലും ഈ ഭാഗത്തുള്ളത്. പല പല ഭാഗത്തായിട്ട് കുറേ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് സ്കൂളിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അവിടെ. നീളത്തിലുള്ള വലിയൊരു ഹാളാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് വേറെ സെക്ഷൻ ഉണ്ട് കേട്ടോ, പിന്നെ വേറെ സ്ഥലത്തുണ്ട്. ഇതുപോലെയുള്ള വനിതാ വീട് ഇങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇതാണ് കേട്ടോ എൻ്റെ പുതിയ പുസ്തകം കിട്ടിയത്, അണ്ണാറക്കണ്ണനും തന്നാലായത്. ഇത് കുട്ടികൾക്കുള്ള കഥയാണ് കേട്ടോ. എല്ലാം നല്ല കഥകളാണ് കേട്ടോ. ഞാൻ കൂടുതലും കുട്ടികൾക്കുള്ള കഥകളാണ് എഴുതിയിട്ടുള്ളത്. 100 രൂപയാണ് ഇതിന് വില. അപ്പോൾ തൃശ്ശൂർക്കൊക്കെ കൂടുതലും പോകാറുള്ളത് എൻ്റെ ഈ പുസ്തകങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പുതിയ പുസ്തകം അച്ചടിച്ച് കിട്ടുമ്പോൾ പ്രസ്സിൽ നിന്ന് വിളിക്കും എന്നെ അവിടുന്ന്. അപ്പോൾ വാങ്ങാനായിട്ട് പോകും. പിന്നെ വേറെ പുസ്തകങ്ങൾ കഴിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു, അതും വാങ്ങാനായിട്ട് പോയി. ഇത് കുട്ടികൾക്കുള്ളത് തന്നെയാണ് കേട്ടോ. ഇതേപോലെ കളറുള്ള ചിത്രങ്ങളൊക്കെ ആയിട്ടുള്ള പുസ്തകങ്ങളാണെങ്കിൽ ചെറിയ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ കൂടുതലും ഞാൻ ചെറിയ കുട്ടികൾക്കുള്ള കഥകളൊക്കെ എഴുതുമ്പോൾ കളറായിട്ട് തന്നെ പറയുക ചെയ്യുക. അതാകുമ്പോൾ പെട്ടെന്ന് ചിലവാകും ചെയ്യും, കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. ഇപ്പോൾ സ്കൂളൊക്കെ അടയ്ക്കാറായല്ലോ, പരീക്ഷ കഴിഞ്ഞ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വായിക്കണം എന്നുണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൺലൈനായിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ പുസ്തകങ്ങളൊക്കെ അയച്ചു കൊടുക്കും കേട്ടോ. ഇതും കുട്ടികൾക്കുള്ളതാണ് കേട്ടോ, മിന്നാമിനുങ്ങും കുഞ്ഞി തവളയും. ഇത് കളറല്ല, ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റാണ്. ഇത് വലിയവർക്കുള്ള ഒരു കഥയാണ് കേട്ടോ, ഭദ്ര എന്ന് പറഞ്ഞത്. ഇത് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ശരിക്കും ഉണ്ടായിട്ടുള്ളൊരു കഥയാണ്. ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് ആ കഥ പറഞ്ഞേക്കണത്. ഇത് ഒരു മഞ്ഞുകാലത്തിൻ്റെ ഓർമ്മ. ഇതും വലിയവർക്കുള്ള കഥയാണ്. അപ്പോൾ ഇത്രയും പുസ്തകങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഞാൻ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച പിന്നെ വരാം കേട്ടോ.